കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് സത്യത്തിൽ ബാലൻ. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക. അതോടൊപ്പം തന്നെ മാറാട് കലാപം വീണ്ടും ആവർത്തിക്കുമെന്ന ഈ വിവാദമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് CPM നേതാവ് AK ബാലൻ. ഇതിനോട് പ്രതികരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. AK ബാലൻ്റെ ഈ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? ഇത് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് സത്യത്തിൽ ബാലൻ. അങ്ങനെ ബാലൻ്റെ ഈ പറയുന്ന CPM നേതാവിൻ്റെ സ്ഥലം എന്ന് പറയുന്ന നാദാപുരമാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയം നിരന്തരം കൊണ്ടുവരികയും അതിൻ്റെ ഗുണഭോക്താവ് CPM ആണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒരു നേതാവിനെ കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ച് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഉറവിടം എവിടെയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ സംസാരിക്കുന്നു. മാറാട് കലാപം ആദ്യമായി പൊതുസമൂഹത്തിലേക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തിയത്, പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മറന്ന് ആ നാട്ടിലെ ജനങ്ങൾ വളരെ സൗഹൃദപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ മറന്ന സംഭവം വീണ്ടും ആവർത്തിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയും ആ വെള്ളാപ്പള്ളി നടേശൻ വൈകുന്നേരം ആരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്? നമുക്കറിയാം, BJPയുടെ നേതാവ് ജാവേദ്കറുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതേ നാവ്, അതേ സ്വരം, അതേ ആശയവും BJPയുടെ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാർ ഒരേപോലെ വരുമ്പോൾ അത് ആ രാഷ്ട്രീയമാണ് CJP രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ള യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത്, DYFI പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ സ്റ്റേറ്റ്മെൻറ്റുകൾ തള്ളിപ്പറയണം, അദ്ദേഹം പിൻവലിക്കണമെന്നാണ്. അപ്പോൾ അതേ സമീപനവും മാറാട് കലാപം ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാലനും ഇതേ സമീപനം സ്വീകരിക്കുമ്പോൾ DYFIയുടെ ഈ ബാലൻ്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനയോട് DYFIയുടെ സമീപനം എന്താണ് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് കേരളത്തെ പച്ചവർഗീയതയിലേക്ക്, അതോടൊപ്പം തന്നെ തീപിടിപ്പിക്കുന്ന വർഗീയതയിലേക്ക്, പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി CPM ശ്രമിക്കുകയാണ്. CPM വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കുടപിടിക്കുന്ന സമീപനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കാഫിർ സ്ക്രീൻഷോട്ടിൽ തുടങ്ങിയ ആ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വീണ്ടും ബാലൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ മറന്നുപോയ മാറാട് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ഒരു മുസ്ലിം നാമധാരി മന്ത്രിയായാൽ ഇങ്ങനെ നടക്കും എന്ന രീതിയിലേക്കൊക്കെ സ്റ്റേറ്റ്മെൻറ്റുമായി കടന്നു വരുന്നത് അത്യന്തം അപകടകരമാണ്. അത് പൊതുരാഷ്ട്രീയത്തിന്, കേരള രാഷ്ട്രീയത്തിന് ഒട്ടും ഭൂഷണമല്ല. ശരിക്കും ഈ ഇത്തരം വർഗീയ കാര്യങ്ങൾ പറയുന്നത്, മാറാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിക്കും BJPക്ക് ശരിക്കും ഗുണം ചെയ്യുക? 100% BJPക്കാണ് ഗുണം ചെയ്യുക. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് BJPക്ക് ഗുണം കിട്ടിയാലും സാരമില്ല, കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല. കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതാണ് ഇപ്പോൾ CPM വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം. ഇന്ത്യയിലെ നമുക്കറിയാം, അത് RSS ആണ്, CPM ആണ്, RSS ആണ്, BJP ആണ് ആ മുദ്രാവാക്യം വിളിക്കുന്നത്. ആ മുദ്രാവാക്യം ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ബാലൻ ഉൾപ്പെടെയുള്ള നേതാവ്. ആ CPMന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം MAB പറഞ്ഞല്ലോ, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തെ ഞാൻ ആ ആരോപണം ഓൺ ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ CPM നടക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ നേതാക്കന്മാർ നടത്തുന്ന എങ്ങനെയെങ്കിലും എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് BJPയെ കൂട്ടുപിടിച്ചാണെങ്കിൽ BJPയെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളൂ. ശരിക്കും ഇത്തരം പരാമർശങ്ങളും വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനകളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പ് ഉണ്ടായതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ വീണ്ടും CPM അത് ആവർത്തിക്കുകയാണ്. അല്ല, CPM അത് ആവർത്തിക്കണമല്ലോ. അതാണല്ലോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇത്തരത്തിൽ ആവർത്തിക്കണം. ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയ ആരോപണങ്ങളാണ് വീണ്ടും ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകനെ പച്ചക്ക് തീവ്രവാദി എന്ന് വിളിച്ചിട്ട് ഈ സമയം വരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഇവിടെ നമുക്കറിയാം, ചെറിയ ഇഷ്യൂസിലടക്കം കേസെടുക്കുന്ന കേരളത്തിലെ പോലീസ് ഈ വിഷയത്തിൽ ഈ സമയം വരെ, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം വരെ നിരന്തരം പരാതി ഉണ്ടായിട്ടും കേസെടുക്കുന്നില്ല. അപ്പോൾ അത് കൃത്യമാണ്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്, പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വം നടത്തുന്ന ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതിൽ CPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും CPMന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ വർഗീയത അല്ലാതെ വേറൊന്നും പറയാനില്ല എന്നൊരു സാഹചര്യമാണ്. അത് ജനങ്ങൾ വീണ്ടും
തള്ളിക്കളയുമെന്ന കാര്യമാണ് വി പി ദുൽകിഫിൽ പങ്കുവയ്ക്കുന്നത്. ജിതീഷിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.